ബഹുമാനപ്പെട്ട സന്തോഷ് മാത്യു അച്ഛൻ, ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ട ഗായക സംഘാംഗങ്ങളെ, പ്രിയപ്പെട്ട സഭാ വിശ്വാസികളെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നത്തെ ഈ കാരോൾ സർവീസിന് ഗാനശുശ്രൂഷയിൽ വന്ന് പങ്കുചേരുവാൻ ദൈവം അവസരം നൽകിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിതുവരെ കരോൾ സർവീസിന് അല്ലെങ്കിൽ ഗാനശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതുവരെയും കാണാത്തൊരു കാഴ്ച ഞാനിവിടെ കണ്ടു. അത് ഒരാൾ തന്നെ ട്രാക്ക് കൈകാര്യം ചെയ്യുന്നു, ഒരാൾ തന്നെ കണ്ടക്ട് ചെയ്യുന്നു, ഒരാൾ തന്നെ കൊമ്പയർ ചെയ്യുന്നു, ആൾ തന്നെ പാടാൻ വരുന്നു. അതാണ് സ്നേഹ എന്ന് പറയുന്ന ആൾ. വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് അനുമോദനം അറിയിക്കുന്നു. ഈ ക്രിസ്മസിൻ്റെ സന്തോഷ ദിനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് ദൈവം അവസരം നൽകുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്മസ് എന്ന് പറയുന്നത് വലിയൊരു ആഘോഷമാണ്. ലോക ചരിത്രങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ക്രിസ്മസ് വാണിജ്യ മേഖലകൾക്ക് വളരെ ഉണർവേകുന്ന സമയമാണ്. വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ, വിറ്റുവരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ക്രമീകരണമെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മളിവിടെ നടത്തുമ്പോൾ ഒരു ഭാഗത്ത് വലിയ വ്യാപാരത്തിൻ്റെ, അതുപോലെ തന്നെയുള്ള വ്യവസായികളുടെ ഒക്കെ നേട്ടങ്ങളുടെ വലിയ പട്ടികകൾ നിരത്തിക്കൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായിട്ട് ക്രിസ്മസ് തീരുകയാണ്. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ അർത്ഥതലങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ 90% നമ്മുടെ ആഘോഷങ്ങളിൽ ക്രിസ്മസിൻ്റെ സന്ദേശങ്ങളില്ല എന്നുള്ളതാണ്. ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അതൊരു വേദനയുടെ ബാക്കി പത്രമാണ്. എത്രയോ നൊമ്പരങ്ങളുടെ അനുഭവങ്ങളാണ് ഒരു ക്രിസ്മസ് യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒരുപക്ഷെങ്കിൽ മറിയയുടെ അസാധാരണമായ ഗർഭധാരണവും ജോസഫിൻ്റെ ജീവിതാനുഭവങ്ങളും, ഇടം ലഭിക്കാതെ ഒരമ്മയ്ക്ക് പ്രസവിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതും, ഈജിപ്തിലേക്ക് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അവിടേക്ക് തന്നെ യാത്ര ചെയ്യേണ്ടതും, ജീവിതത്തിൽ എല്ലാം നൊമ്പരങ്ങളുടെ അനുഭവങ്ങളായിരുന്നു. അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് വേദനയുടെ ബാക്കി പത്രമാണ്. അതിനെ നമ്മൾ ആഘോഷങ്ങളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ആഘോഷമാക്കിയ ക്രിസ്മസിൻ്റെ വേദനയുടെ ബാക്കി പത്രങ്ങളിലെ ചില ചിന്തകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മുഖത്ത് ദൈവ തേജസ് കാണുന്നതാണ്. അതായിരുന്നു ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ഒരു സാധാരണ കുഞ്ഞിൻ്റെ മുഖത്ത് ദൈവത്തെ കണ്ടു എന്നുള്ളതാണ്. പിറവികൾ എപ്പോഴും സന്തോഷം നൽകുന്നതാണ്. പിറവികൾ എപ്പോഴും ഒരു പുതിയ ജീവനിലേക്ക് നയിക്കപ്പെടുന്നതാണ്. എന്നാൽ ഒരു അസാധാരണമായ പിറവി നടന്നത്, ആ പിറവിയിൽ ആ കുഞ്ഞിൻ്റെ മുഖത്ത് ദൈവത്തെ കണ്ടു എന്നുള്ളതാണ്. ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ മുഖത്ത് ദൈവ തേജസ് കണ്ടു എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമ്മൾ പരസ്പരം നോക്കുമ്പോൾ എന്താണ് നമുക്ക് പരസ്പരം കാണാൻ കഴിയുന്നത്? ഇവിടെ യാക്കോബും അല്ലെങ്കിൽ ഏശാവും യാക്കോബോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചിലരുടെ മുഖത്തൊക്കെ ശത്രുവിനെ കണ്ടു എന്നുള്ളതാണ്. എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത് എന്നതിൻ്റെ അർത്ഥതലങ്ങളിൽ നിന്നാണ് ക്രിസ്മസിൻ്റെ സന്ദേശം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഓരോ മനുഷ്യനിലും ഓരോ ക്രിസ്തു ഉണ്ട് എന്നുള്ളതാണ്, ദൈവമുണ്ട്, ദൈവ തേജസ് ഉണ്ട് എന്നുള്ളതാണ്. മദർ തെരേസ എന്ന് പറയുന്ന ലോകത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ, അവര് ശുശ്രൂഷ ചെയ്യുന്ന ഈ ആതുരാലയത്തിൻ്റെ അടുത്തൊരു അമ്പലമുണ്ടായിരുന്നു. ഈ അമ്പലത്തിൽ എല്ലാ ദിവസവും ഈ മദർ തെരേസ പോകുമ്പോൾ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന പൂജാരി പറയുന്നു, നിങ്ങൾക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്തും ഇങ്ങനെ യാത്ര ചെയ്യുന്നത് എന്തിനാണ് ചോദിച്ചപ്പോൾ അവര് ഒരു പുഞ്ചിരിയോടുകൂടി യാത്ര ചെയ്തു. ഒരിക്കൽ ഈ മദർ തെരേസ ആ അമ്പലത്തിൻ്റെ മുന്നിലൂടെ ആതുര ശുശ്രൂഷ ചെയ്യാൻ പോയപ്പോൾ അവിടെ പൂജ ചെയ്യുന്ന പൂജാരിയെ കണ്ടില്ല. അപ്പോൾ തിരക്കിയപ്പോൾ പറഞ്ഞു, പൂജ ചെയ്യുന്ന പൂജാരിയെ വസൂരി വന്ന് മരിക്കാൻ വേണ്ടി ചുടലക്കാട്ടിലിട്ടിരിക്കുകയാണ്. ഈ മദർ തെരേസ ഈ മനുഷ്യനെ തേടി ചെന്നു. ഈ അമ്പലത്തില് പൂജ ചെയ്യുന്ന പൂജാരിയെ ചെന്ന് തിരക്കി ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് ഉറുമ്പരിച്ച് അവസാന ശ്വാസം വലിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പൂജാരിയാണ് കാണുന്നത്. ഈ മദർ തെരേസ ആ മനുഷ്യനെ താങ്ങിയെടുത്ത് ആതുരാലയത്തിൽ കൊണ്ടുപോയി. ആതുരാലയത്തിൽ കൊണ്ടുപോയിട്ട് വേണ്ട ചികിത്സ തങ്ങൾ കൊടുത്തു. ചികിത്സ കൊടുത്തതിന് ശേഷം ഈ മനുഷ്യൻ ആരോഗ്യം പ്രാപിച്ചു. ഒരു ദിവസം മദർ തെരേസ അവരുടെ ആശ്രമത്തിൻ്റെ മുൻപിൽ ഒരു വൃക്ഷച്ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ ഈ അമ്മയുടെ അടുത്ത് ചേർന്നിരുന്നിട്ട് പറയാണ്, കഴിഞ്ഞ 30 വർഷക്കാലം ഞാൻ ആരാധിച്ച എൻ്റെ കാളിയാണോ നീ? നിന്റെ മുഖത്ത് ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു. ഒരു മനുഷ്യന്റെ മുഖത്ത്, ഒരു അമ്മയുടെ മുഖത്ത്, ഒരു സ്ത്രീയുടെ മുഖത്ത് ഒരു ദൈവത്തെ കാണുക എന്നുള്ളതാണ് ക്രിസ്മസിന്റെ സന്ദേശം. നിത്യചൈതന്യയതി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം ഒരു മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോ മനുഷ്യനിങ്ങനെ യാത്ര ചെയ്ത് കണ്ടപ്പോൾ അദ്ദേഹം ചില പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളെ കാണുന്നു. അതിനുശേഷം അദ്ദേഹം നോക്കിയപ്പോൾ ക്യാൻസർ വന്ന് മുഖം മുഴുവൻ വികൃതമായ ഒരു മനുഷ്യൻ അതുവഴി യാത്ര ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം എഴുതി, പടച്ചോനല്ലേ ഈ കോലങ്ങളെല്ലാം കെട്ടിപ്പോകുന്നത്. അപ്പോൾ എവിടെയെല്ലാം മനുഷ്യനുണ്ടോ, എവിടെയെല്ലാം മനുഷ്യന്റെ ജീവനുണ്ടോ, അവിടെയെല്ലാം മനുഷ്യന്റെ മുഖത്ത് ദൈവ തേജസ് കാണുന്നതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ മുഖത്ത് ദൈവ തേജസ് കാണാൻ കഴിയണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് സമാധാനം എന്ന് പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ആരെങ്കിലും ഏറ്റവും ദേഷ്യമുള്ള ഒരാളുടെ മുഖത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ മുഖത്ത് നിങ്ങളെക്കാൾ സൗന്ദര്യം കുറഞ്ഞ, നമ്മളെപ്പോഴും നമ്മളെക്കാൾ സൗന്ദര്യം അളക്കാറുണ്ടല്ലോ, എന്നേക്കാൾ സൗന്ദര്യക്കുറവാണ് എന്ന് തോന്നുന്ന ഒരാളുടെ മുഖത്ത് ദൈവ തേജസ് കാണാൻ കഴിയുന്നെങ്കിൽ അത് ക്രിസ്മസിന്റെ സന്ദേശമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ സമാധാനം എന്ന് പറഞ്ഞത്. എന്നെ സ്നേഹിക്കാത്ത എൻ്റെ ശത്രുവിൻ്റെ മുഖത്ത് ഞാൻ ദൈവ തേജസ് കാണുകയാണെങ്കിൽ അവിടെ സമാധാനം ഉണ്ടായി, അവിടെ ശത്രുതയില്ല, അവിടെ സ്നേഹത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ പങ്കിടുകയാണ്. അതുകൊണ്ടാണ് മദർ തെരേസയെ കുറിച്ച് പറഞ്ഞത്, വില കുറഞ്ഞ സാരിയിൽ പൊതിഞ്ഞ വില കൂടിയ ജീവിതം. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും വില കൂടിയ സാരികൾ ഉടുത്തിട്ടില്ല, പക്ഷെങ്കിൽ വില കുറഞ്ഞ സാരിയിൽ ഒരു വില കൂടിയ ജീവിതമുണ്ട്. അതാണ് മറ്റുള്ളവരുടെ മുഖത്ത് ദൈവ തേജസ് കാണുവാനുള്ള സ്നേഹത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ കൊടുത്തത്. മനുഷ്യന്റെ മുഖത്ത് ദൈവ തേജസ് കാണാൻ. 2, അവഗണിക്കപ്പെട്ട സ്ത്രീത്വത്തെ വിലയുള്ളതാക്കി കാണിച്ചു. അതാണ് ക്രിസ്മസിന്റെ സന്ദേശം. അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒട്ടും പ്രാധാന്യം നൽകാത്തൊരു കാലഘട്ടമായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ അതിന് വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെങ്കിൽ
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. മണ്ണുകൊണ്ട് പ്രതിമ ഉണ്ടാക്കിയതിന് ശേഷം മൂക്കിൽ ശ്വാസമൂതിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ദൈവ കുഞ്ഞിനെ എന്തുകൊണ്ട് അങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കിയതിന് ശേഷം മൂക്കിൽ ശ്വാസമൂതി ഒരു ദൈവപുത്രനെ സൃഷ്ടിക്കാമായിരുന്നു? എന്തുകൊണ്ടത് ചെയ്തില്ല? അതാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീത്വത്തെ എവിടെ അവഗണിക്കപ്പെട്ടതുണ്ടോ അതിനെ വിലയുള്ളതാക്കി തീർക്കുന്ന ശുശ്രൂഷ ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ട് അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീത്വത്തെ വിലയുള്ളതാക്കി തീർക്കുകയാണ്. ഇതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. കുറച്ച് നാളുകൾക്ക് മുൻപ് ശബരിമലയിൽ ഒരു സ്ത്രീ കയറി അയ്യപ്പനെ കാണാൻ കയറിയെന്നും പറഞ്ഞ് അതിനെ അശുദ്ധമാക്കിയെന്നും പറഞ്ഞ് അവിടെ മുഴുവൻ ശുദ്ധീകരണം ചെയ്തതായിട്ട് നമ്മൾ വാർത്തകളിൽ കണ്ടു, ടി വിയിൽ കണ്ടു. അതിനെതിരെ ഒരു ഹൈന്ദവനായിട്ടുള്ള സന്യാസി തന്നെ കൃത്യമായ ഒരു എഴുത്തെഴുതി. അദ്ദേഹം പറഞ്ഞു, ഇവിടെയുള്ള ദേവീദേവന്മാരിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള അമ്പലങ്ങളിലെ 90% ദേവിമാരാണ്, എല്ലാം സ്ത്രീകളാണ്. അതെല്ലാം സ്ത്രീകളാണെങ്കിൽ ഇവിടെ അമ്പലത്തിൽ ഒരു സ്ത്രീ കയറിയത് കൊണ്ട് എങ്ങനെ അശുദ്ധമാകും എന്നുള്ളതായിരുന്നു അതിൻ്റെ ചിന്ത. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെ വിലയില്ലാതാക്കിയിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ, അശുദ്ധമാകും എന്ന് പറയുന്ന ഒരു കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീയിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം ഏറ്റവും പ്രധാനപ്പെട്ടത്. അവഗണിക്കപ്പെട്ട സ്ത്രീത്വത്തെ വിലയുള്ളതാക്കി തീർത്തു എന്നുള്ളതാണ്. വേദപുസ്തകത്തിൻ്റെ ചരിത്രം മുഴുവൻ നോക്കുകയാണെങ്കിൽ അവഗണിക്കപ്പെട്ടതിനെ വിലയുള്ളതാക്കി തീർക്കുന്നതായിരുന്നു. അതുകൊണ്ട് അവഗണിക്കപ്പെട്ട മറിയ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു അനുഭവത്തിലൂടെ അവൾക്ക് ഗർഭധാരണം ചെയ്ത് ഒരു മകനെ പ്രസവിക്കുവാൻ ഇടയാക്കി എന്നുള്ളതാണ് രണ്ടാമത്തെ സന്ദേശം. 3 എന്ന് പറയുന്നത് ജോസഫിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ജോസഫിനെ കുറിച്ച് ഒരുപക്ഷെങ്കിൽ നമുക്ക് വലിയ പ്രാധാന്യം നൽകാത്ത ഒരു വ്യക്തിയാണ് ജോസഫ്. പക്ഷെങ്കിൽ ഇത്രയധികം പ്രാധാന്യം നൽകേണ്ട ഒരു വ്യക്തി ക്രിസ്മസിൻ്റെ സന്ദേശത്തിൽ മറ്റൊരാളുമില്ല. ജോസഫ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജോസഫിന് വേണമെങ്കിൽ മറിയെ വേണമെങ്കിൽ നിഷ്കരുണം ഉപേക്ഷിക്കാമായിരുന്നു, വേണമെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലാമായിരുന്നു. അന്നത്തെ നിയമം അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. ദാറ്റ് മീൻസ് അവർ മാരേജ് ലൈഫിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിനു വേണ്ടി ഒരുങ്ങി പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു സ്ത്രീ അസാധാരണമായ ഗർഭധാരണം നടത്തുമ്പോൾ നിശ്ചയമായി ആ സ്ത്രീയെ എറിഞ്ഞു കൊല്ലാമായിരുന്നു. എറിഞ്ഞു കൊല്ലാമായിരുന്ന ഒരു സ്ഥാനത്ത് ആ സ്ത്രീക്ക് ജീവൻ നൽകുവാൻ വേണ്ടി ജോസഫ് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ അതിനകത്ത് അർത്ഥമുണ്ട്. ജോസഫ് ഈ സ്ത്രീയെ, മറി എന്ന് പറയുന്ന സ്ത്രീയെ കല്ലെറിഞ്ഞു കൊന്നാൽ നഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ? ലോകരക്ഷിതാവായ ക്രിസ്തു നഷ്ടപ്പെടുമായിരുന്നു. ലോകരക്ഷിതാവായ ക്രിസ്തുവാണ് മറിയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, അങ്ങനെ കല്ലെറിഞ്ഞ് കൊന്നിരുന്നെങ്കിൽ ഈ ക്രിസ്തു ജനിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ലോകരക്ഷിതാവായ ക്രിസ്തുവിന് ജനിക്കാൻ വേണ്ടി ജീവൻ വെച്ചു കൊടുത്ത ഒരാളാണ് ജോസഫ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സ്വന്തമെന്ന് കരുതുന്നതിനെ മാത്രം ചേർത്ത് പിടിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ്. സ്വന്തമല്ലാത്തത് ഒന്നിനെ എൻ്റെ സ്വന്തമെന്ന് കരുതി ഏറ്റെടുക്കാൻ കഴിയുന്നിടത്താണ് ക്രിസ്മസിൻ്റെ സന്ദേശം. ഒരിക്കൽ യേശുക്രിസ്തു കുരിശിൽ കിടക്കുന്ന സമയത്ത് പറഞ്ഞു, എനിക്കൊരമ്മയുണ്ട്, 70 വയസ്സ് 60-70 വയസ്സുള്ള ഒരമ്മയാണ്, അല്ലെങ്കിൽ എത്രയോ ആയിക്കോട്ടെ 50 വയസ്സുള്ള
വാർദ്ധക്യത്തിൻ്റെ ക്ഷീണം പ്രാപിക്കുന്ന ഒരമ്മയുണ്ട്. ഈ അമ്മയെ നിനക്ക് സ്വന്തമായി അമ്മയായിട്ട് എടുക്കാൻ ഒക്കുമോ എന്ന് ചോദിച്ചായിരുന്നല്ലോ കുരിശിൽ കടന്ന്. ഒരമ്മയെ, ഒരു സ്ത്രീയെ സ്വന്തം അമ്മയായിട്ട് ഏറ്റെടുക്കാൻ കഴിയുന്നിടത്താണ് ക്രിസ്മസിൻ്റെ സന്ദേശം. നമ്മുടെ ഈ കാനത്തൊരു ഹോസ്റ്റൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. 16 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും അപ്പനും അമ്മയും ഇല്ലാത്തവരാണ്. അതിൽ ഒരു കുട്ടി എന്നോട് കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ അടുത്തൊന്ന് ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞു, നിനക്ക് എൻ്റെ അടുക്കൽ നിനക്ക് ഇരിക്കാൻ അവകാശമില്ലെങ്കിൽ ആർക്കാണ് അവകാശമുള്ളത്? അവൻ എൻ്റെ ചേർത്തിരുന്നിട്ട് പറയാണ്, അച്ഛാ ഞാൻ ഈ പ്രാവശ്യം ഓണത്തിന് വീട്ടിൽ പോകുന്നത് എങ്ങനെ അച്ഛാ? അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് എന്നെ പറ്റി? ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുന്ന സമയത്ത് എൻ്റെ അപ്പൻ മറ്റൊരാളുടെ കൂടെ യാത്രയായി, മറ്റൊരാളുടെ കൂടെ പോയി. ഞാൻ ഈ ഓണത്തിന് അവിടെ ചെല്ലുമ്പോൾ അമ്മ അവിടെ കാണുമെന്ന് കരുതിയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. പക്ഷെങ്കിൽ എൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞു, എൻ്റെ അമ്മയും മറ്റൊരാളുടെ കൂടെ പോയി എന്ന് പറഞ്ഞു. അപ്പനും പോയി അമ്മയും പോയി. ഉപേക്ഷിക്കപ്പെട്ട ഒരു പൈതൽ ഞാൻ 3 ദിവസം എൻ്റെ വീട്ടിൽ നിർത്തി. 4-ാമത്തെ ദിവസം എൻ്റെ ഒരു ബന്ധു വന്ന് 3 ദിവസക്കാലം വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഒരുപക്ഷെങ്കിൽ അമ്മയും അപ്പനുമില്ലാത്ത ഉപേക്ഷിക്കപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നിടത്താണ് ക്രിസ്മസിൻ്റെ സന്ദേശം. ജോസഫ് അത് ചെയ്തു. ഒരുപക്ഷെങ്കിൽ അനാഥത്വത്തെ ചേർത്ത് പിടിച്ചിട്ട് സ്വന്തമെന്ന് കരുതുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അനാഥത്വത്തെ ചേർത്ത് പിടിച്ച് സ്വന്തമെന്ന് കരുതുവാൻ എവിടെ കഴിയുന്നു അവിടെ ക്രിസ്മസിൻ്റെ. നമ്മളെല്ലാം സ്വാർത്ഥരല്ലേ? നമുക്ക് നമ്മുടേതായിട്ടുള്ളത് മാത്രം ചേർത്ത് പിടിക്കുന്നവരല്ലേ? അതുകൊണ്ട് മറ്റുള്ളവരെ കാണുവാനും മറ്റുള്ളവരുടെ സ്നേഹം, മറ്റുള്ളവരുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കാൻ ഇടങ്ങൾ കൊടുക്കുന്നവരായിരിക്കണം. ഇടങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. അതാണ്, ഇടങ്ങൾ കൊടുക്കുന്നില്ല. ഒത്തിരി സത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ സത്രങ്ങളെല്ലാം വില കൂടിയ സത്രങ്ങളിൽ എൻ്റെ യേശുക്കുഞ്ഞിന് ജനിക്കുവാൻ സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ടാണ് പുൽത്തൊഴുത്തിനെ പോലും വിശുദ്ധീകരിച്ചത്. സാധാരണയുള്ള പുൽത്തൊഴുത്തിനെ പോലും വിശുദ്ധീകരിച്ചത്. ഒരു സ്ത്രീത്വത്തെ, അവളുടെ അവകാശങ്ങളെ നിഷേധിക്കപ്പെട്ടതാണ്. ഒരമ്മയുടെ ഏറ്റവും വലിയ അവകാശമാണ് ഒരു സ്ത്രീക്ക് പിറക്കുവാൻ ഒരു മനോഹരമായ ഇടം. ആ ഇടം പോലും നിഷേധിച്ച് ഒരു അമ്മയുടെയും ഒരു ജോസഫിൻ്റെയും ഒക്കെ ജീവന്റെ വേദനയുടെ ബാക്കിപത്രമാണ്. ഒരമ്മയുടെ അവകാശമാണ് സ്വന്തം കുഞ്ഞിനെ നല്ല ഒരിടത്ത് പിറക്കുവാനുള്ള അവസരം. അച്ഛനറിയാം, എനിക്കൊരു പശുവുണ്ട്. ആ പശു കഴിഞ്ഞ ദിവസം പ്രസവിച്ചു. എനിക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഈ പശുവിനെ ഞാൻ കെട്ടിയിട്ട് അങ്ങ് പോയി. ഞങ്ങളുടെ കപ്പ്യാര് ഈ പശു പ്രസവിക്കാറായപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, ഈ പശു പ്രസവിക്കാറായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്നറിയോ? ആ പശു നിന്ന സ്ഥലം മുഴുവൻ മുള്ളുകളായിരുന്നു. അതിൻ്റെ കാലുകൾ കൊണ്ട് ആ മുള്ളുകൾ മുഴുവൻ ചവിട്ടി ഇങ്ങനെ ഉരച്ചൊരച്ച് കളഞ്ഞു. അതിനുശേഷം അവിടെ ഒരു ചെറിയ ഫ്ലെക്സിൻ്റെ ഇതുണ്ടായിരുന്നു. ആ ഫ്ലെക്സിൻ്റെ മുകളിലാണ് ആ പശു പ്രസവിച്ചത്. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഒരു പശുവിന് പോലും തൻ്റെ കുഞ്ഞിനെ ശ്രേഷ്ഠമായി പ്രസവിക്കാൻ, അതിനെ സുന്ദരമായി കാണുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ ക്രിസ്തുവിന് പിറക്കാൻ ഇടങ്ങളില്ല. ഇടങ്ങളില്ലാത്ത സ്ഥലത്ത് ഇടങ്ങൾ ഒരുക്കിക്കൊടുത്ത് സ്വന്തം കുഞ്ഞായി ചേർത്ത് പിടിച്ചുകൊണ്ട് ജോസഫിൻ്റെ യാത്രകളാണ് ലോക ചരിത്രത്തിൻ്റെ നെറുകയിലെ ക്രിസ്മസിൻ്റെ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. മനുഷ്യൻ്റെ മുഖത്ത് ദൈവതേജസ് കാണട്ടെ, അവഗണിക്കപ്പെട്ടതിനെ വിലയുള്ളതാക്കി തീർക്കട്ടെ, അനാഥത്വത്തെ ചേർത്ത് പിടിക്കുവാനും സ്വന്തമെന്ന് കരുതുവാനും എവിടെല്ലാം നമുക്ക് കഴിയുന്നു അവിടെല്ലാം ക്രിസ്മസിൻ്റെ സന്ദേശം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു.